ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഫോണിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഈ ഒരു വീഡിയോ. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റായി പോകുന്ന ഒരു ട്രിക്കാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് നമ്മളെടുക്കുന്ന ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ എത്ര 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ സമയം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനേക്ക് അത് വളരെയേറെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. മാർക്ക് ഓട്ടോ സ്ക്രീൻഷോട്ട് ഡിലീറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻ ചോദിക്കും. പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു സെറ്റിംഗ്സിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് എത്ര സമയമാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മണിക്കൂറുകൾ മിനിറ്റായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ 1 മണിക്കൂറാണെങ്കിൽ അത് മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 60 മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 60 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 മണിക്കൂർ. ഇപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂറാണെങ്കിൽ 120 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ടൈം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രമാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ക്ലിയർ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഇത് വരുന്നത് 40 സെക്കൻഡിനകത്ത് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾ വേറെ ഒന്നും തന്നെ ഇത് ചെയ്യേണ്ടത്, ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രീൻഷോട്ട് വരികയും അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ പാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വരും, ഡിലീറ്റ് ദി സ്ക്രീൻഷോട്ട് 60 മിനിറ്റ്. നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു 60 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും ആ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആവും. നിങ്ങൾ യെസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആകത്തില്ല. യെസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾ എപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ എത്രത്തോളം നിൽക്കണം എന്നുള്ളത്, എത്ര സമയം നിൽക്കണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.